അല്ല, ഞമ്മളിങ്ങനെ ഇരുന്നാ മതിയോ? ഞമ്മളെ നാട്ടിത്തെ നാളത്തെ പരിപാടിക്ക് എന്തെങ്കിലുമൊക്കെ ഒരുക്കങ്ങൾ ഒരുക്കണ്ടേ? എന്താ ഇങ്ങളെ അഭിപ്രായം? നാളത്തെ പരിപാടി കഴിഞ്ഞൊല്ലത്തേക്കാട്ടിലും കളർഫുൾ ആക്കണം നമുക്ക്. എടാ സൽമാനെ, ഇന്റെ അടുത്ത് നല്ലൊരു അഭിപ്രായം ഉണ്ട്. ഇജ്ജൊന്ന് പൊത്തിയിട്ട് മുണ്ടാക്ക്. അന്റെ അഭിപ്രായമൊക്കെ പിന്നെടുക്ക. ഇജ്ജ് ഇവിടെ വരുത്തനല്ലേ, ആദ്യം ഞങ്ങളെ നാടിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് പഠിച്ച് എന്നിട്ട് മതി എന്റെ അഭിപ്രായമൊക്കെ. എന്താ വെക്കറാക്ക? എന്താടാ ചെങ്ങ ഈ ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? ആ പാവോന്റെ മുഖം കണ്ടില്ലേ? ഓന്റെ അഭിപ്രായം ഒന്ന് കേൾക്കുന്നതിന് മുമ്പ് ഈ പറഞ്ഞു വരത്തന്മാരുടെ ഒന്നും കേൾക്കണ്ടെന്ന്. നമ്മളൊക്കെ വരത്തന്മാർ തന്നെയാണ്. നമ്മൾ ആരാ ഇവിടുന്ന് ഭൂമിയിൽ ഒരു പൊട്ടി മുളച്ചത്? എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഓടി വരെ ഓണ്ടാവും, ഓനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഓടി ചെല്ലേണ്ടത് നമ്മളായിരിക്കും. എല്ലാ നാട്ടിലും ഉണ്ട്. നമ്മൾ ഗതികോടെ എവിടെയെങ്കിലും പോയി 5 സെന്റ് സ്ഥലം വാങ്ങി വെച്ച് ചെറിയ വീട് വെച്ച് അവിടെ താമസിക്കുകയാണെങ്കിൽ കൊണ്ട് ഒറ്റപ്പെടുത്തുക വരത്തെന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ വളരെ മോശമാണ്. അല്ല, ഓൻ്റെ ഒരു അഭിപ്രായം കേട്ടു ചിലപ്പോൾ എന്താണ് വരാൻ പോകുന്നത്. ചിലപ്പോൾ നമ്മളെക്കാളും നല്ല ഐഡിയക്കാരൻ ഓൻ്റെ അടുത്തുള്ളത്. ഇപ്പം ചെങ്ങായി 2 മാസം മുമ്പല്ലേ ഓൻ നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ളൂ. നമ്മളേതൊക്കെ ഒന്ന് യോജിച്ച് വരികയാണ്. അപ്പോൾ ഓന് നമ്മൾ അങ്ങനെ വിഷമിപ്പിക്കാൻ പാടുണ്ടോ? തലയും താത്തിയിട്ട് ആ പാവം പോയത്.